ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഐബൂസ് മമ്മ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പിന് പോവാണ് കേട്ടോ. കോഴിക്കോടേക്കാണ് പോണത്. നമ്മൾ നാട്ടിൽ വരണതിന് മുന്നേ UAE അയക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിരുന്നു. ഇത്തവണ വെക്കേഷന് നാട്ടിൽ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്നൊരു ട്രിപ്പ് പോകണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ കോഴിക്കോട് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലോങ്ങും ഒരു ട്രിപ്പ് ലോങ്ങായിട്ടും പോവണ്ട, എന്നാൽ അധികം അടുത്തും ആവണ്ട എന്നുള്ള രീതിയിൽ ഒരു പ്ലേസ് നോക്കിയപ്പോൾ ഒന്ന് കോഴിക്കോട് പോവാമെന്ന് വിചാരിച്ചത്. ഞാനാണെങ്കിലും എൻ്റെ ഹസ്ബൻഡാണെങ്കിലും കോഴിക്കോട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കോഴിക്കോടൊന്ന് കാണലുമായി, ജസ്റ്റ് ഒന്ന് കോഴിക്കോടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. മെയിനായിട്ട് അവിടുത്തെ ഫുഡ്, നമുക്ക് കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ഫുഡാണല്ലോ നമ്മൾ പ്രാധാന്യം നൽകണത്. അപ്പോൾ ഫുഡും ഒന്ന് ടേസ്റ്റ് ചെയ്യാം, കോഴിക്കോടൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ടൊക്കെ പോരാന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെ നമ്മൾ കോഴിക്കോട് തന്നെ ഫിക്സ് ചെയ്തിട്ടോ പോവാൻ. അപ്പോൾ അതാ പോണ വഴിക്ക് കരിക്ക് കണ്ടിട്ട് കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിക്ക്. അപ്പോൾ നമുക്ക് UAE കരിക്ക് ചക്ക ആണെങ്കിലും മാങ്ങ ആണെങ്കിലും ഒക്കെ കിട്ടും എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിലേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നില്ല. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും ഈ ചക്ക ആണെങ്കിലും മാങ്ങ ആണെങ്കിലും ഒക്കെ കരിക്കാണെങ്കിലും മാക്സിമം നമ്മൾ വെക്കേഷൻ വരുമ്പോൾ കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 11:30 കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ ഇന്നിപ്പോൾ ഇറങ്ങാൻ ഇത്ര ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും ഇന്ന് തന്നെ തിരിച്ച് വരില്ല കേട്ടോ. ഇന്ന് നമ്മൾ കോഴിക്കോട് സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് കേട്ടോ നമ്മൾ പോരുന്നത്. അപ്പോൾ അതങ്ങനെ തിരിച്ച് പോണ വഴിക്ക് നമ്മളിതാ ലഞ്ച് കഴിക്കാൻ കയറി. തൃശ്ശൂരുള്ള അവറോൺ റെസ്റ്റോറൻറ്റ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നമ്മൾ 3 ആൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഫുഡ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഞാൻ പൊതുവേ ഫ്രൈഡ് റൈസ് കൂടുതലും ഷെസ്വാനാണ് കേട്ടോ കഴിക്കാറ്, എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഹസ്ബൻഡ് ഊണും പറഞ്ഞു. ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ കൂടെ ഉള്ളത്. അപ്പോൾ അവൻ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുന്നു. നമ്മളത് അങ്ങനെ NH കയറിയിട്ടുള്ളൂ കേട്ടോ. ഒത്തിരി ലേറ്റായി. നമ്മളെന്താണ് ഈ വഴി എത്താത്തേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് വന്നിരുന്നത്. എന്താ പറ്റിയെന്ന് അറിയില്ല. നമ്മൾ വേറെ ഏതൊക്കെയോ റൂട്ടിൽ കൂടെയൊക്കെയാണ് പോയി വെച്ചത്. പിന്നെ ലാസ്റ്റ് വഴിയിലൊക്കെ ഉള്ളവരുടെ അടുത്തൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഈ റൂട്ട് കയറിയത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ ഓട്ടത്തിന് ശേഷം ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചായ കുടിക്കാത്തതിൻ്റെ ആ ഒരു ഇടങ്ങേറ് വന്നു തുടങ്ങി. അപ്പോൾ ചായക്കടീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. സ്നാക്സൊക്കെ നല്ല അടിപൊളി സ്നാക്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ചായയും സ്നാക്സ് ആയിട്ട് മോമോസും കട്ട്ലറ്റും ആണ് കഴിച്ചത്. കുറേ നാൾക്ക് ശേഷമാണ് മോമോസ് കഴിക്കണത്. ഒരാഗ്രഹം കൊണ്ടിട്ട് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇവിടെ നിന്ന് കഴിച്ച സ്നാക്സ് ഒക്കെ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും യാത്ര ആരംഭിച്ചിട്ടാ. കോഴിക്കോടെത്തിയാ? അങ്ങനെ ഫൈനലി നമ്മളിതാ കോഴിക്കോട് എത്തി. കോഴിക്കോട് ബീച്ചിൽ കണ്ട് നമ്മൾ നേരെ വന്നത്. പിന്നെ നമ്മൾ തീരെ സമയം കളയാൻ നിന്നില്ല. വേഗം തന്നെ നമ്മൾ ബീച്ചിലേക്ക് നടന്നു. പിന്നെ ഫസ്റ്റ് തന്നെ കഴിച്ചത് ഐസ് ചരണ്ടിയതാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നതാണത്.
അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഉപ്പിലിട്ട പൈനാപ്പിളും മാങ്ങയൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ബീച്ചിലൊക്കെ ഒന്ന് കളിച്ചിട്ട് നേരെ നമ്മൾ അവിടെ അടുത്ത് തന്നെ ഇതുപോലെ കുറേ സ്റ്റോളുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കാടമുട്ട റോസ്റ്റ്, കല്ലുമ്മക്കായി, പിന്നെ മുളക് ബജി, അതുപോലെ ചായയും വാങ്ങിച്ചു, ബദാം മിൽക്കും വാങ്ങിച്ചിട്ടോ. ബദാം മിൽക്ക് ആദ്യമായിട്ടാണ് കുടിച്ചത്, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഐബൂസിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കല്ലുമ്മക്കായി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. എനിക്ക് നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത ഫുഡുകളും സംഭവങ്ങളൊക്കെ കഴിച്ചു നോക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ നോക്കി. ഞങ്ങൾക്ക് കല്ലുമ്മക്കായിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ് കേട്ടപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ കഴിക്കാത്ത ഫുഡ് കഴിക്കുന്നതും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് വന്നത് അവിടുത്തെ ഫുഡുകളെല്ലാം നമുക്ക് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കോഴിക്കോട് വന്നേക്കുന്നത്. പക്ഷേ നമുക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് പറ്റിയില്ല. ബദാമിൽ കുടിച്ച് നോക്കണ്ട, എന്നാ ബദാമിൽ കുടിച്ച് നോക്ക്, ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം പോലെ. ബദാം മിൽക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അതിന് ശേഷമുള്ള വീഡിയോസൊന്നും മര്യാദക്ക് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ രണ്ടാളുടെയും ഫോണിലെ ചാർജ് തീരാനായിരുന്നു. നമ്മുടെ കയ്യിലുള്ള കേബിൾ വണ്ടിയിലാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണ്ടായില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കേബിൾ വാങ്ങിക്കണം. കേബിൾ വാങ്ങിക്കാനുള്ള കടയൊക്കെ എവിടെയാണെന്നുള്ളതൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞ് കടയിൽ പോയി കേബിൾ വാങ്ങിച്ച് ചാർജ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ റൂം കാര്യങ്ങളൊക്കെ നോക്കിയത് കേട്ടോ. നമ്മൾ യാതൊരു പ്രിപ്പറേഷനും ഒന്നുമില്ലാതെയായിരുന്നു കോഴിക്കോടേക്ക് വന്നേച്ചത് തന്നെ. അപ്പോൾ ചാർജൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയപ്പോൾ 2-3 റിസോർട്ട് കിട്ടിയിരുന്നു. അപ്പോൾ പിന്നെ അതിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും ഒക്കെ കൂടി നോക്കിയിട്ട് പറ്റിയ ഒരു റിസോർട്ടാണ് പിന്നെ നമ്മൾ എടുത്തേട്ടോ. അപ്പോൾ റിസോർട്ടൊക്കെ നമുക്ക് കിട്ടി, റൂമൊക്കെ കിട്ടി വന്നപ്പോഴത്തേക്കും രാത്രി 12 മണിയായിരുന്നു. അപ്പോൾ രാത്രി ആയത് കൊണ്ടിട്ട് നമ്മൾ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. അതിന് അപ്പോൾ പിന്നെ ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രം എടുത്തോളൂ കേട്ടോ. ഫോണിൽ ചാർജ് ഇല്ലാത്ത കാരണം കൊണ്ട് റൂമിൽ ചെന്നിട്ട് വേണമായിരുന്നു ബാക്കി ചാർജ് ചെയ്യാൻ. പിന്നെ ഐബൂസിനാണെന്നുണ്ടെങ്കിൽ എവിടെ ചെന്നാലും ഇപ്പം നമ്മൾ നേരത്തെ അസർബൈജാനിൽ പോയപ്പോഴാണെങ്കിലും അവിടുത്തെ റൂമിൽ TV ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആയാലും എവിടെ ആയാലും ഐബൂസിന് മിസ് കാറ്റീൻ്റെ പ്രോഗ്രാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഹാപ്പിയാണ് കേട്ടോ. ഐബൂസിന് ഞാൻ കൂടുതലും ഈ പ്രോഗ്രാമാണ് കേട്ടോ വെച്ച് കൊടുക്കാറ്. മിസ് കാറ്റി എന്നാണ് ചാനലിൻ്റെ പേര്. അത് നമ്മൾക്ക് കുട്ടികൾക്ക് വേർഡ്സ് പഠിപ്പിച്ച് കൊടുക്കുന്നത്, ഇപ്പോൾ ഡാഡ, മമ്മ അങ്ങനെയൊക്കെ പറയാൻ പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരിതാണ് കേട്ടോ. ഞാൻ കൊക്കുമലനും കാര്യങ്ങളൊന്നും വെച്ച് കൊടുക്കാറില്ല. അപ്പോൾ ഇതാകുമ്പോൾ ഇവർ അത് കണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മടുക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് ഇറങ്ങിപ്പോയി വേറെ ഏതെങ്കിലും കളിയിലൊക്കെ എൻഗേജ് ചെയ്തിരിക്കും. പക്ഷേ കൊക്കുമലൻ അതുപോലെ ഉള്ളതൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അതുമ്പോൾ തന്നെ ഇങ്ങനെ മുഴുകിയിരിക്കണ കാണാം നമുക്ക്. അപ്പോൾ അതും അത്ര നല്ലതല്ലല്ലോ, കണ്ണിങ്ങനെ സ്ട്രെയിൻ ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ ഒരുപാട് സ്ക്രീൻ ടൈമൊന്നും ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ വെച്ച് കൊടുക്കണമെങ്കിൽ തന്നെ മിസ് കാറ്റിയാണ് വെച്ച് കൊടുക്കണത്. അത് കണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവർ മടുത്തിട്ട് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ഗെയിമുകളൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. നല്ല അടിപൊളി വ്യൂസാണ് റിസോർട്ടിലുള്ളത്. അപ്പോൾ രാത്രി വന്ന് കയറിയപ്പോൾ അത്രയും ഞാൻ വിചാരിച്ചില്ല ഇത്രയും നല്ല വ്യൂസൊക്കെ ഉണ്ടാവുമോ ഇല്ലെന്നുള്ളത്. പക്ഷേ നമ്മളെ നിരാശരാക്കിയില്ല കേട്ടോ. നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഉണ്ടായേച്ചത്. ബാക്കി എല്ലാവരും റൂമിൽ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നടന്നൊന്ന് വീഡിയോസൊക്കെ ഒന്ന് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. ഈ റിസോർട്ടിൽ അത്യാവശ്യം നമുക്ക് നടന്ന് കാണാനുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒട്ടും തന്നെ ബോറടിക്കില്ല കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ റിസോർട്ടിൻ്റെ പേരാണ് കേട്ടോ ഇത്, ഫാം ഫോർട്ട് റിസോർട്ട് എന്നാണ് പേര്. അതുവഴിയാണ് നമ്മൾ വന്നത്. ഇതാണ് ഫ്രണ്ട്, എൻ്റെ സൈഡിലാണ് റിസപ്ഷൻ, ഈ സൈഡിലാണ് റിസപ്ഷൻ. ഇതാണ് കേട്ടോ ഫാം ഫോർട്ട്, യുവർ സെക്കൻഡ് ഹോം അറ്റ് കാലിക്കറ്റ്.
അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു റേറ്റിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ റിസപ്ഷൻ ഏരിയ കണ്ടില്ലായിരുന്നു, അതിൻ്റെ റൈറ്റ് സൈഡിലാണ് കിച്ചണും റെസ്റ്റോറൻറ്റും കൂടി വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളത് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള സ്ഥലവും കൊണ്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാൻ കേട്ടോ. ഈ റിസോർട്ടിൽ തന്നെ അത്യാവശ്യം നമുക്ക് നടന്ന് കാണാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള പ്ലേസും കൂടി കാണാൻ വേണ്ടിയിട്ടൊന്ന് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബഷീർ പാർക്കിൽ പോവാം. ബഷീർ പാർക്ക്. പാത്തുമ്മ നിന്റെ ആട്. ഈ ആടിനോളം പ്രശസ്തി നേടിയ മറ്റൊരു ജീവി ഈ ഭൂമിയിലുള്ളതായിട്ടുണ്ടോ മനുഷ്യരല്ലാതെ? മുഹമ്മദ് ബഷീർ. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓരോരോ ബുക്കിൻ്റെയൊക്കെ അദ്ദേഹം എഴുതിയ നോവലുകളുടെയും കഥകളുടെയും എല്ലാത്തിൻ്റെയും ഓരോരോ വാക്യങ്ങളൊക്കെയാണ് കേട്ടോ ആ മതിൽമൊക്കെ എഴുതി വെച്ചത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏരിയകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രതിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു നമുക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഇതിൻ്റെ അകത്ത് ഓരോ ഏരിയക്കും ഓരോരോ പേരിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബഷീർ പാർക്ക്, പാപ്പാടി, വയൽപ്പാടി, അങ്ങനെ ഓരോരോ ഏരിയക്കും നല്ല നല്ല പേരുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ തന്നെ ഒരു സൈഡിൽ കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കിൻ്റെ ഒരു സെറ്റപ്പും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഐബോസ് അതിൽ കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ കയറി കളിക്കുകയൊക്കെ ചെയ്ത്, പിന്നെ അതാ ഒരു പാമ്പിൻ്റെ പുറ്റും പാമ്പ് നിൽക്കുന്ന പോലെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ ഭയങ്കര റിയൽ ആയിട്ടാണ് നമുക്ക് തോന്നിയത്. ഞാൻ പിന്നെ അമ്പലത്തേക്കൂടി വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോയി ബാഗൊക്കെ എടുത്ത് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി കേട്ടോ. ഇന്ന് തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവും. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ പോയത് മിഠായി തെരുവിലേക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ, മിഠായി തെരുവൊക്കെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാണാൻ പോണത്.
അങ്ങനെ നമ്മൾ മിഠായി തെരുവിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ. റഹ്മത്ത് ഹോട്ടലിലാണ് പോയത്. സമയം 4 മണിയൊക്കെ ആയി നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ. അപ്പോഴത്തേക്കും ഐബൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു തൊട്ടിൽ നമുക്ക് ആ ഹോട്ടലിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞത്. ഞങ്ങൾ സോഫ സീറ്റാണ് ചോദിച്ചത്. കാരണം നമ്മൾ ഇവൻ ഉറക്കമായതുകൊണ്ട് നമ്മൾ സോഫ സീറ്റാണ് കൂടുതൽ ചോദിച്ചത്. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാലും സോഫയാണ് കുറച്ചും കൂടി ബെറ്റർ. ഇവന് ചെയറും അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ഇവൻ ഉറങ്ങണത് കാരണം കൊണ്ട് അവർ നമുക്ക് തൊട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടോ. ഒരു ഹോട്ടലിലൊക്കെ നമ്മൾ തൊട്ടിൽ അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് മന്തിയും ചിക്കൻ ബിരിയാണിയും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അത് കഴിച്ചിട്ട് നേരെ നമ്മൾ ബേപ്പൂർ കണ്ട നേരെ പോയത്. അപ്പോൾ ബേപ്പൂർ നമുക്കൊരു പർദ്ദ ഷോപ്പിൽ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പർദ്ദയൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾ ബേപ്പൂർ ബീച്ചിൽ ഇവിടെ ജങ്കാർ കയറാനാണ് വന്നത്. പക്ഷേ നമ്മൾ എത്തിയപ്പോഴത്തേക്കും അതിൻ്റെ ടൈം കഴിഞ്ഞു പോയി. അപ്പോൾ ജങ്കാർ നമ്മൾ ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പം ജങ്കാർ വഴി പോയാൽ എളുപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അത് കയറാൻ പറ്റിയില്ലെങ്കിൽ ബേപ്പൂർ ബീച്ചും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് പോവാം എന്നുള്ളൊരു ഓപ്ഷനും കൂടി വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ജങ്കാറ് കിട്ടിയില്ല. അപ്പോൾ ഒന്ന് ബീച്ചും കൂടി ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ വന്നപ്പോൾ നമ്മൾ മിഠായി തെരുവിൽ പോയത് വെച്ച് നോക്കുമ്പം ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. കാരണം ഒന്നാമത് ഇത്തവണ നാട്ടിലത്തെ ചൂട് ഭയങ്കര ചൂടായിരുന്നല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ മിഠായി തെരുവിലുള്ള നടത്തവും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ഇന്നലെ പോയ കോഴിക്കോട് ബീച്ചിലാണെങ്കിലും വലിയ തണുപ്പൊന്നും ഉണ്ടായില്ലായിരുന്നു അവിടെ ബീച്ചാണെങ്കിലും. പക്ഷേ ഇവിടെ ബേപ്പൂർ ബീച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല എന്താ പറയുക, നല്ല അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു. വലിയ ചൂടൊന്നും ഉണ്ടായില്ല കേട്ടോ. നമുക്ക് നടക്കാനൊക്കെ ആയിട്ടൊക്കെ നല്ല സുഖമായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടോ കുറച്ച് നേരം കൂടി. ഈ ബേപ്പൂർ ബീച്ചിൽ നിന്ന് നമ്മൾ ചായ മാത്രം കുടിച്ചോളൂ കേട്ടോ, വേറെ ഒന്നും കഴിച്ചില്ല. ഇന്നലെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമ്മൾ കടമുട്ട റോസ്റ്റ് അതുപോലെ കല്ലുമ്മക്കായൊക്കെ കഴിച്ചത് അതൊക്കെ തന്നെയായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും വാങ്ങിച്ചില്ല. പോണ വഴിക്ക് രാത്രിത്തെ ഡിന്നർ കഴിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ അതാരം കൊണ്ട് വേറെ ഒന്നും ഇവിടുന്ന് കഴിക്കാൻ നിന്നില്ല. ഒരു ഗ്ലാസ് ചായ കുടിച്ചും കൊണ്ടും നമ്മൾ ഇവിടുന്ന് പോയട്ടോ. നേരെ നമ്മൾ വീട്ടിലേക്ക് തന്നെ വിടുകയാണ്.